ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒട്ടും കട്ടിയില്ലാണ്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി അത് അടപ്പത്ത് വെച്ചിട്ട് ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഞാൻ കുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 15ഓളം ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാം പരിപ്പും കുറച്ച് അണ്ടിപ്പരിപ്പും നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതും വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 1/2 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. 4 പാളയംകുടം പഴവും എടുത്തിട്ടുണ്ട്. ഇനി ആ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുതിർത്തെടുത്ത ഈത്തപ്പഴവും ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും പിന്നെ നമ്മൾ കുറുക്കി വെച്ചില്ലേ റാഗി, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിൽ ഞാൻ വേറെ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ 2 ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സിൽ ഞാൻ തേനും ഒന്നും ഇട്ടിട്ടില്ല. നമ്മളുടെ ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തേനൊക്കെ ഒഴിവാക്കിക്കോട്ടാ. പിന്നെ നമുക്കിപ്പോൾ ഇനി നോമ്പും നല്ല ചൂട് സമയമൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. പിന്നെ അത്താഴത്തിന് ചോറൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാകുമല്ലോ, അവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അത്താഴത്തിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകും. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.